ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉന്നക്കായയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഉന്നക്കായ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അധികം പഴുക്കാത്ത പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പഴം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള നാരൊന്നും കളഞ്ഞെടുക്കുന്നില്ല ഞാൻ. അപ്പോൾ അതെല്ലാം തന്നെ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കട്ടൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്കിതിൽ ഫില്ലിങ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതേപോലൊരു വലുപ്പത്തിലുള്ള ഉരുള എടുക്കുന്നുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതേപോലെ നീളത്തിൽ വെച്ച് കൊടുക്കുക. ഇനി 2 സൈഡും കൂടെ ഇതേപോലെ നിങ്ങളൊന്ന് അറ്റങ്ങനെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഒട്ടിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫില്ലിങ്ങൊക്കെ ഫുള്ളായിട്ട് പുറത്ത് വരും. ഇനി നമ്മളിതാ ഈ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ആണെങ്കിലും പഴമാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടുള്ള കാരണം ഇനി ഇത് വേവാനൊന്നുമില്ല. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.